നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചാണ്. അത് തന്നെ എന്താണ് ഇന്ത്യ ചരിത്രത്തിൽ എന്താണ് 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ തന്നെ എന്താണ് റവല്യൂഷണറി ടെററിസം എന്ന് പറയുന്ന മേഖലയെക്കുറിച്ചാണ് നമ്മൾ എന്താണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. റവല്യൂഷണറി ടെററിസത്തിൽ തന്നെ അതിൻ്റെ 1924 ആരംഭിച്ച 1934 അവസാനിക്കുന്ന എന്താണ് സെക്കൻഡ് ഫേസ് അഥവാ രണ്ടാം ഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ എന്താണ് സംസാരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഭഗത് സിംഗിനെ കുറിച്ച് എന്താണ് സംസാരിച്ചു. അപ്പോൾ അതുപോലെയുള്ള ഭഗത് സിംഗിനെ പോലെ, രാജ്ഗുരുവിനെ പോലെ, ചന്ദ്രശേഖർ ആസാദിനെ പോലെ എന്താണ് ഒരുപാട് ധീരന്മാരായിട്ടുള്ള വിപ്ലവകാരികൾ എന്താണ് ആ കാലഘട്ടത്ത് ബ്രിട്ടീഷുകാരെ വിറപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ മണ്ണിൽ ജീവിച്ചിരുന്നു. അത്തരത്തിൽ ഒരു വിപ്ലവകാരിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് സൂര്യസെൻ എന്നുള്ളത്. സൂര്യസെൻ എന്നുള്ളത് ഇദ്ദേഹം 1894 ചിറ്റഗോങ് എന്ന് പറയുന്ന സ്ഥലത്ത്, ചിറ്റഗോങ് അതായത് പശ്ചിമ ബംഗാളിലുള്ള ഒരു സ്ഥലമാണ് ചിറ്റഗോങ് എന്ന് പറയുന്നത്. അവിടെ 1894 ഈ പറയുന്ന സൂര്യസെൻ ജനിക്കുന്നത്. ഇദ്ദേഹത്തെ സൂര്യസെൻ എന്ന് പറഞ്ഞാൽ പല ആളുകളും എന്താണ് അറിയില്ല, അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രം അറിയുന്ന പല ആളുകൾക്കും എന്താണ് സൂര്യസെൻ എന്നുള്ള പേര് പറഞ്ഞാൽ ചിലപ്പോൾ അറിയണമെന്നില്ല. കാരണം ഇന്ത്യ ചരിത്രത്തിൽ ഈ വ്യക്തി അദ്ദേഹത്തിന്റെ പേര് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, മാസ്റ്റർ ദ എന്നുള്ള പേരിലാണ്. എന്താണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്? മാസ്റ്റർ ദ എന്നുള്ള പേരിലാണ്. മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകൻ, നമ്മൾ പറയുന്നത് പോലെ. ദ എന്ന് പറഞ്ഞാൽ മൂത്ത ജ്യേഷ്ഠൻ. അതായത് ബംഗാളിലെ വിപ്ലവകാരികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹം ഒരു അധ്യാപക തുല്യനായിരുന്നു, ഒരു ജ്യേഷ്ഠ സഹോദര തുല്യനായിരുന്നു ഈ പറയുന്ന സൂര്യസെൻ എന്ന് പറയുന്ന വിപ്ലവകാരി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തെന്ന് വിളിച്ചത്? മാസ്റ്റർ ദ എന്ന് വിളിച്ചത്. മാത്രമല്ല അദ്ദേഹം എന്താണ് മാത്തമാറ്റിക്സിൽ ഒരു അധ്യാപകനായിരുന്നു, കണക്കിന് എന്താണ് ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം ഈ അധ്യാപിക വൃത്തി നടത്തിയത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയായിട്ടാണ്. അപ്പോൾ എന്താണ് ഇദ്ദേഹം മറ്റെല്ലാ ചെറുപ്പക്കാരെയും പോലെ തന്നെയും എന്താണ് നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുന്നു. അതിന്റെ പെട്ടെന്നുള്ള പിൻവലിക്കൽ എന്താണ്? മഹാത്മാഗാന്ധിയുടെ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവലിക്കൽ എന്ന് പറയുന്നത് മറ്റേത് ചെറുപ്പക്കാരനെ പോലെയും സൂര്യസെന്നിനെയും ബാധിക്കുന്നു. അതിനു മുന്നേ തന്നെ സൂര്യസെൻ എന്താണ് അനുശീലൻ സമിതി പോലെയുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഇദ്ദേഹം എന്താണ് ഈ പറയുന്ന ഗാന്ധിജിയുടെ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ പിൻവലിക്കലോടുകൂടി കൂടുതലായിട്ട് എന്താണ് വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ വിപ്ലവപരമായിട്ടുള്ള ചിന്തകളിലേക്ക് സൂര്യസെൻ മാറ്റപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹം 1930 ഒരു വിപ്ലവ സംഘടന ബംഗാളിന്റെ മണ്ണിൽ സ്ഥാപിക്കുന്നത്. ആ സംഘടനയുടെ പേരെന്ന് പറയുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി എന്നുള്ളതാണ്. എന്താണ്? ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി എന്നുള്ളതാണ് ആ സംഘടനയുടെ പേര്. IRA എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ IRA എന്ന് പറയുന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി എന്നുള്ളത് എന്താണ് ഐറിഷ് റിപ്പബ്ലിക് ആർമി എന്ന് പറയുന്ന എന്താണ് ഒരു വിപ്ലവ സംഘടനയുടെ ഒരു വിപ്ലവ സംഘടനയുടെ അതേ ഫോർമാറ്റിലാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി എന്ന് പറയുന്ന സംഘടന ആര് രൂപീകരിക്കുന്നത്? സൂര്യസെൻ രൂപീകരിക്കുന്നത്. 1930 സൂര്യസെൻ എന്ന് പറയുന്ന വ്യക്തി ഈ സംഘടന രൂപീകരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ വിപ്ലവ സംഘടന രൂപീകരിക്കുന്നു. അതിലേക്ക് എന്താണ് ചെറുപ്പക്കാരെടുക്കുന്നതിനായിട്ട് അദ്ദേഹം സ്വാഭാവികമായിട്ട് ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെയും എന്ത് ചെയ്യുന്നു? അദ്ദേഹം വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കുന്നു. എന്താണ് അതിനുശേഷം ഇവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? പലവിധ ട്രെയിനിങ്ങുകൾ നൽകുന്നു. ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന്, ബോംബുകൾ നിർമ്മിക്കുന്നതിന്, അങ്ങനെ വേണ്ടുന്ന എല്ലാവിധ ട്രെയിനിങ്ങുകളും എന്താണ് ഇദ്ദേഹം ആ കാലഘട്ടത്തിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാവിധ ചെറുപ്പക്കാർക്കും എന്താണ് ഇദ്ദേഹം നൽകുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ
വിപ്ലവ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിട്ട് എന്താണ് 2 വനിതകൾ എന്താണ് ഈ സംഘടനയിലേക്ക് വരുന്നുണ്ട്. ആ വനിതകളുടെ പേരെന്ന് പറയുന്നത് കൽപ്പന ദത്ത, പ്രീതി ലത വഡേദർ. എന്താണ്? കൽപ്പന ദത്ത, പ്രീതി ലത വഡേദർ എന്ന് പറയുന്ന 2 വനിതകൾ എന്താണ് ഈ പറയുന്ന വിപ്ലവ പ്രസ്ഥാനത്തിൽ, അതായത് സൂര്യസെന്നിന്റെ വിപ്ലവ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടയായിട്ട് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച 2 വനിതകളാണ് എന്തെന്ന് പറയുന്നത് കൽപ്പന ദത്തയും പ്രീതിലത വഡേദറും. ഈ പ്രീതിലത വഡേദർ എന്നുള്ള പേര് നിങ്ങൾ ഓർത്തു വെക്കുക, നമുക്കിത് എന്താണ് ആവശ്യം വരും. അപ്പോൾ ഈ IRA അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ റിപ്പബ്ലിക് ആർമിയുടെ നേതൃത്വത്തിൽ, സൂര്യസെന്നിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവ പ്രവർത്തനം നടക്കുന്നത് ഒരു 1930 ഏപ്രിൽ 18-ാം തീയതിയാണ്. 1930 ഏപ്രിൽ മാസം 18-ാം തീയതി. ഈ 1930 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് അല്ലെങ്കിൽ എന്താണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടക്കുന്ന സമയമാണ്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ എന്താണ് ബ്രിട്ടീഷുകാർ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു, ലാത്തിചാർജ് നടത്തുന്നു, എന്താണ് യാതൊരു പ്രകോപനവുമില്ലാതെ എന്താണ് വെടിവെക്കുന്നു. അങ്ങനെയുള്ള പല സംഭവങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുന്ന ഒരു സമയമാണ് 1930 എന്ന് പറയുന്നത്. അപ്പോൾ 1930 ഏപ്രിൽ മാസം 18-ാം തീയതി എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, സൂര്യസെന്നിന്റെ നേതൃത്വത്തിൽ 64ഓളം വരുന്ന വിപ്ലവകാരികൾ അന്ന് ബംഗാളിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ ഒരു ആർമറി ആയിരുന്നു, അല്ലെങ്കിൽ ആയുധം സൂക്ഷിക്കുന്ന സ്ഥലമായിരുന്നു ചിറ്റഗോങ്ങിലുള്ള ആർമറി എന്ന് പറയുന്നത്. ചിറ്റഗോങ് ആർമറി എന്ന് പറയുന്നത് അവിടെയാണ് ബ്രിട്ടീഷുകാർ എന്താണ് ബംഗാളിലേക്ക് വരുന്ന ആയുധങ്ങളും എന്താണ് അവരുടെ വെടിക്കോപ്പുകളും വെടിമരുന്നുകളും ഒക്കെ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ 1930 ഏപ്രിൽ 18-ാം തീയതി എന്ത് ചെയ്യുന്നു? സൂര്യസെന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ 64ഓളം വരുന്ന അംഗങ്ങൾ ഇവരെന്താണ് വിവിധ 8 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു. 8 പേരടങ്ങുന്ന 8 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? അവിടെയുള്ള എന്താണ് റെയിൽവേ സംവിധാനങ്ങൾ തകർക്കുന്നു, എന്താണ് ടെലിഗ്രാഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എന്താണ് പൂർണ്ണമായിട്ട് തകർക്കുന്നു. പിന്നെ എന്താണ് ഒരു വിഭാഗം എന്ത് ചെയ്യുന്നു? ഈ ചിറ്റഗോങ് ആർമറിയിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ബന്ദികളാക്കുന്നു. ഇവരെന്ത് ചെയ്യുന്നു? ആ ആർമറി തത്വത്തിൽ എന്താണ് കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കാർക്കരി ട്രെയിൻ ആക്രമണത്തിന് ശേഷം ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിരുന്നു ഈ ചിറ്റഗോങ്ങിലെ ആയുധപുര ആക്രമിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ചിറ്റഗോങ് ആർമറി റെയ്ഡ് എന്ന് പറയുന്നത്. എന്താണ് ചിറ്റഗോങ് ആയുധക്കൊള്ള, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം ചിറ്റഗോങ് ആർമറി റെയ്ഡ് എന്ന് പറയാം. ഇത് 1930 ഏപ്രിൽ 18-ാം തീയതിയാണ് നടക്കുന്നത്. സൂര്യസെന്നിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? ഈ ആർമറിയിലേക്ക് കടന്നു ചെല്ലുന്നു. ആർമറിയിലേക്ക് കടന്നു ചെല്ലിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് എന്ന് പറയുന്ന പതാക താഴ്ത്തുകയും അവിടെ എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തുകയും ചെയ്യുന്നു. മാത്രമല്ല എന്താണ് ഇവരവിടെ കൊള്ളയടിക്കുന്നു. കൊള്ളയടിച്ചത് ഞാൻ പറഞ്ഞു ബ്രിട്ടീഷുകാർക്ക് വലിയൊരു ഞെട്ടലുണ്ടാക്കിയ സംഭവമായിരുന്നു എന്തെന്ന് പറയുന്നത് ആ കൊള്ള എന്ന് പറയുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഇവർ തോക്കുകളൊക്കെ ഇവർക്ക് കൃത്യമായിട്ട് കൊള്ളയടിക്കുവാനായിട്ട് സാധിച്ചു. എന്നാൽ വെടിയുണ്ടകൾ എന്ന് പറയുന്നത് അത് വെച്ചിരുന്ന സ്ഥലം ഇവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാതെ വരികയും വെടിയുണ്ടകൾ കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ തത്വത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ ആയുധപുരയുടെ ആക്രമണത്തോടുകൂടി എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ, അതായത് തോക്കുകൾ മുഴുവൻ സൂര്യസെന്നിന്റെ ഉടമസ്ഥയിലുള്ള റിപ്പബ്ലിക് ആർമിയുടെ കീഴിലായി മാറുന്നു. വെടിയുണ്ടകൾ മുഴുവൻ എവിടെയായി മാറുന്നു? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ആയി മാറുന്നു. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും വിപ്ലവകാരികൾ എന്ത് ചെയ്യുന്നു? അവിടെ നിന്നും പിൻവലിയുന്നു. അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഒളിത്താവളത്തിലേക്ക് പിൻവലിയുന്നു. ഒളിത്താവളത്തിൽ എത്തിയതിനു ശേഷം അവർ അവിടെ ഒളിച്ചു താമസിക്കുന്നതിനിടക്ക് 4 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഏപ്രിൽ 22-ാം തീയതി ബ്രിട്ടീഷ് പോലീസ് ഇവരുടെ ഒളിസങ്കേതത്തിൽ എത്തുകയും ഇവരെ എന്ത് ചെയ്യുകയും ചെയ്യുന്നു? ഇവരുമായിട്ടൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുകയും ചെയ്യുന്നു. ആ ഏറ്റുമുട്ടലിനെ തുടർന്നുകൊണ്ട് 12ഓളം വരുന്ന വിപ്ലവകാരികളും
ഏകദേശം 80ഓളം വരുന്ന ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരും എന്താണ് ആ ഏറ്റുമുട്ടലിനെ തുടർന്ന് കൊല്ലപ്പെടുന്നു. സ്വാഭാവികമായിട്ടും സൂര്യസെന്നിന് എന്താണ് അദ്ദേഹത്തിന്റെ ആർമിയെ അല്ലെങ്കിൽ ആ സംഘത്തെ എന്ത് ചെയ്യുന്നു, ചെറിയ സംഘങ്ങളായിട്ട് പിരിച്ച് പല വഴിക്കാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, വിടുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒളിവിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ചെറിയ സംഘങ്ങളായിട്ട് പിരിഞ്ഞ വിപ്ലവകാരികൾ എന്താണ്, അവർ വെറുതെ ഇരിക്കാൻ തയ്യാറായിരുന്നില്ല. അവർ എന്ത് ചെയ്തു, എന്ത് പറഞ്ഞാലും ഞങ്ങൾ കൊല്ലപ്പെടും. അപ്പോൾ എന്താണ്, ഒരു ബ്രിട്ടീഷുകാരനെയെങ്കിലും കൊന്നിട്ട് അവർക്കൊരു വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, ഞങ്ങൾ മരിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് എന്താണ് ഇവർ ബ്രിട്ടീഷുകാരുടെ റേഡിയോ നിലയങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, അങ്ങനെ എന്താണ് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ബ്രിട്ടീഷുകാർക്ക് സ്വന്തമായിട്ടുള്ള പല സ്ഥലങ്ങളിലും എന്താണ് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്താണ് പല വിപ്ലവകാരികളും എന്താണ് കൊല്ലപ്പെടുന്നു. ഈ സമയത്താണ് ബ്രിട്ടീഷുകാർക്ക് ഒരു ക്ലബ്ബുണ്ട്, ബംഗാളിലൊരു ക്ലബ്ബുണ്ട്, യൂറോപ്യൻ ക്ലബ്ബ് എന്നാണ് ആ ക്ലബിന്റെ പേര്. എന്താണ്, യൂറോപ്യൻ ക്ലബ്ബ് എന്നാണ് ആ ക്ലബിന്റെ പേര്. ഈ പറയുന്ന പ്രീതി ലത വഡേദർ എന്ന് പറയുന്ന വനിതയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന യൂറോപ്യൻ ക്ലബിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ വിപ്ലവകാരികളുടെ ഒരു ചെറിയ സംഘം ആക്രമണം അഴിച്ചുവിടുന്നു. അപ്പോൾ ഈ യൂറോപ്യൻ ക്ലബ്ബ് എന്ന് പറയുന്നത് വെള്ളക്കാർക്ക് മാത്രമായിട്ട് എന്താണ് പ്രവേശനം അനുവദിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. എന്തെന്ന് പറയുന്നത് ഈ യൂറോപ്യൻ ക്ലബ്ബ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോർഡാണ് എന്തെന്ന്, ഇന്ത്യൻ ഡോഗ്സ് ആർ നോട്ട് അലൗഡ്, അതായത് ഇന്ത്യൻ പട്ടികൾക്ക് ഇവിടേക്ക് പ്രവേശനമില്ല എന്നുള്ള എന്താണ് ഒരു ധിക്കാരപരമായിട്ടുള്ള ബോർഡ് അവിടെ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചിരുന്നു. വെള്ളക്കാർക്ക് മാത്രം പ്രവേശനമുള്ള ഒരു ക്ലബ്ബാണ് യൂറോപ്യൻ ക്ലബ്ബ്. അവിടെ അതിന്റെ മുന്നിൽ വെച്ചിരുന്ന ബോർഡിൽ എഴുതിയിരുന്നതാണ് എന്താണ്, ഇന്ത്യൻ ഡോഗ്സ് ആർ നോട്ട് അലൗഡ് എന്നുള്ളത്. ആ ബോർഡ് വലിച്ച് ദൂരെ കളയുകയും എന്ത് ചെയ്യുന്നു, അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരെ ആക്രമിക്കുകയും ചെയ്യുന്നു. ആരുടെ നേതൃത്വത്തിൽ, ഈ പ്രീതി ലത വഡേദറിന്റെ നേതൃത്വത്തിൽ. സ്വാഭാവികമായും അപ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ മറ്റൊരു സൈനിക വ്യൂഹം അവിടേക്ക് എത്തിച്ചേരുകയും ഈ പറയുന്ന വിപ്ലവകാരികളുമായിട്ട് എന്ത് ചെയ്യുന്നു, ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ പിടിക്കപ്പെടുമെന്നാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രീതി ലത വഡേദർ എന്ന് പറയുന്ന വനിത അവരെന്താണ് ഒരു സയനൈഡ് ഗുളിക കഴിച്ച് എന്താണ് രക്തസാക്ഷിയാവുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ പിടിക്കപ്പെടാതിരിക്കാൻ അവരെന്ത് ചെയ്തു, ഒരു സയനൈഡ് ഗുളിക കഴിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു, അവർ രക്തസാക്ഷിയായി മാറി. അപ്പോൾ ആ വനിതയുടെ ഇന്ത്യ ചരിത്രത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് 1857 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1857 ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്ന, ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യയുടെ മഹത്തായ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം. ആ കാലഘട്ടത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ച രക്തസാക്ഷിയായ ഒരു വനിത ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അവരെ അറിയാം. അവരുടെ പേര് ഝാൻസിയിലെ റാണിയായിരുന്ന മണികർണിക എന്നാണ് അവരുടെ പേര്. നമ്മൾ അവരെ അഭിമാനപൂർവ്വം സ്നേഹപൂർവ്വം ഝാൻസി റാണി എന്നൊക്കെ വിളിക്കും. മണികർണിക എന്നാണ് ആ വനിതയുടെ പേര്. അവർ 1857 ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ട് വീരമൃത്യു വരിച്ച വനിതയാണ്. അതിനുശേഷം ഇന്ത്യയിൽ ഒരു വനിത ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ പോരാട്ടം നടത്തി വീരമൃത്യു വരിക്കുന്നത് പ്രീതി ലത വഡേദർ എന്ന് പറയുന്ന വനിതയാണ്. അതാണ് ഇന്ത്യ ചരിത്രത്തിൽ ഈ വനിതയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രീതി ലത വഡേദർ രക്തസാക്ഷിയാകുന്നു. ഇദ്ദേഹം, അതായത് നമ്മളുടെ സൂര്യസെൻ എന്ന് പറയുന്ന മാസ്റ്റർ അദ്ദേഹത്തിന്റെ ഒളിവ് ജീവിതം തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒളിവിൽ കഴിയുന്ന ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം ഒറ്റ ചെയ്യപ്പെടുകയും അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷ് ആർമി 1933 എന്ത് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു. 1933 അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് വളരെ കഠിനമായിട്ടുള്ള മർദ്ദന മുറകളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. അതിനുശേഷം 1934 ജനുവരി മാസം 12-ാം തീയതി അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നു. 1934 ജനുവരി മാസം 12-ാം തീയതി സൂര്യസെൻ എന്ന് പറയുന്ന നമ്മൾ മാസ്റ്റർ ദ എന്ന് വിശേഷിപ്പിക്കുന്ന ആ മഹത്തായ വിപ്ലവകാരിയെ എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ ചിറ്റഗോങ് ആർമറി റെയ്ഡ് കാരണമായി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യുകയാണ് ഉണ്ടായത്, തൂക്കിക്കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതോടുകൂടി ഈ പറയുന്ന നമ്മളുടെ സൂര്യസെന്നുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ അവസാനിച്ചു. പക്ഷേ
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ വിപ്ലവ ചരിത്രം എന്ന് പറയുന്നത് ഒരു ഭഗത് സിംഗിലോ ഒരു രാജ്ഗുരുവിലോ ഒരു സൂര്യസെന്നിലോ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ഇന്ത്യയുടെ വിപ്ലവ ചരിത്രം എന്ന് പറയുന്നത്. നിങ്ങൾ ബീനാദാസ് എന്ന് പറയുന്ന ഒരു വനിതയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബംഗാളിൽ ഉണ്ടായിരുന്ന ഒരു വനിതയാണ് ബീനാദാസ് എന്ന് പറയുന്നത്. ബീനാദാസ് ചെയ്തത് ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു റവല്യൂഷണറി ടെററിസം അല്ലെങ്കിൽ റവല്യൂഷണറി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഹീറോയിസത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് തങ്ങൾ ഒറ്റയാൾ പട്ടാളമായി നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ബ്രിട്ടീഷുകാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, അവരെ വധിക്കുക എന്നുള്ളതായിരുന്നു ഇതിൽ പല വിപ്ലവകാരികളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ബീനാദാസ് എന്ന് പറയുന്ന വനിത കൽക്കത്ത യൂണിവേഴ്സിറ്റിയുടെ ബിരുദദാന ചടങ്ങിനിടക്ക ആ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന അന്നത്തെ അവിടുത്തെ ഗവർണർ എന്ത് ചെയ്തു? പോയിന്റ് ബ്ലാങ്കിൽ നിറയൊഴിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ ആ തോക്ക് പൊട്ടിയില്ല. അദ്ദേഹത്തിന് ഗവർണർ ജനറലിനെ ഒന്നും പറ്റുകയും ചെയ്തില്ല. ബീനാദാസ് എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്യപ്പെട്ടു. ബീനാദാസ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് അവരെ തടങ്കലിൽ പാർപ്പിച്ചത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ജയിലാണ് ആൻഡമാനിലെ സെല്ലുലാർ ജയിൽ എന്ന് പറയുന്നത്. ആൻഡമാനിലെ സെല്ലുലാർ ജയിൽ. ഈ സെല്ലുലാർ ജയിലിലാണ് ബീനാദാസ് എന്ന് പറയുന്ന ആ വിപ്ലവകാരിയായ വനിതയെ എന്ത് ചെയ്തത്? തടവിൽ പാർപ്പിച്ചത്. ബീനാദാസിനെ പോലെ അങ്ങനെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് വിപ്ലവകാരികൾ ചേർന്നതാണ് ഇന്ത്യയുടെ വിപ്ലവ പ്രസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഈ വിപ്ലവകാരികൾക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയേണ്ടതായിട്ട് വരും. ഇന്ത്യയുടെ വിപ്ലവ ചരിത്രം എന്ന് പറയുന്നത് ഗാന്ധിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല. അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രം എന്ന് പറയുന്നത് ഗാന്ധിയൻ ദർശനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ PSC പഠിക്കുന്നവർ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ചരിത്രം ഈ വിപ്ലവകാരികളോടൊന്നും ചിലരോടൊക്കെ നീതി പുലർത്തിയെങ്കിലും ഒരുപാട് പേരോടൊന്നും എന്ത് ചെയ്തില്ല? നീതി പുലർത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ PSC പഠിക്കുന്നവർ മനസ്സിലാക്കണം മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മഹാരഥൻ മാത്രമായിരുന്നില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അദ്ദേഹം നയിച്ച സമരങ്ങൾ മാത്രമായിരുന്നില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗം എന്ന് പറയുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വിപ്ലവ പ്രസ്ഥാനങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവരുടെ ജീവൻ കൊണ്ട് അവരുടെ ജീവൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ചരിത്രം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ സൂര്യസെന്നോട് കൂടിയിട്ട് നമ്മളുടെ റെവല്യൂഷണറി ടെററിസം എന്ന് പറയുന്ന ഭാഗം അവസാനിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു 1924 ആണ് രണ്ടാമത്തെ ഫേസ് ആരംഭിക്കുന്നത്. സച്ചീന്ദ്രനാഥ് സന്യാലിലും രാമപ്രസാദ് ബിസ്മിലിലും ചന്ദ്രശേഖർ ആസാദിലും തുടങ്ങി 1934 സൂര്യസെന്നിൽ എത്തി നിൽക്കുന്ന സൂര്യസെന്നിന്റെ തൂക്കിക്കൊലയോട് കൂടിയിട്ട് ഇന്ത്യ ചരിത്രത്തിന്റെ റെവല്യൂഷണറി ടെററിസം എന്ന് പറയുന്ന അതിന്റെ രണ്ടാം ഭാഗം എന്നുള്ളത് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ്സോട് കൂടി നമ്മൾ ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏകദേശം ഒരുവിധം എല്ലാ കാര്യങ്ങളും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 3-4 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഇത് തന്നെയാണ് പഠിക്കുന്നത്. ഈ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഏകദേശം പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങളെല്ലാവരും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. കാണാതെ പഠിക്കരുത്, വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.